അംഗം മരണപ്പെട്ട സാഹചര്യത്തിൽ അനുശോചനം അതിനുവേണ്ടി ഗ്രൂപ്പ് സെക്രട്ടറി രജികുമാർ ക്ഷണിച്ചു കൊടുക്കുന്നു. അനുസ്മരണത്തിനായി 1 മിനിറ്റ് എല്ലാവരും വേണ്ടി മൗനം ആചരിക്കും. തൊഴിലാളി വർഗങ്ങളുടെ അവകാശം നേടിയെടുക്കുന്നതിനും അതിൻ്റെ സമര പരിപാടികൾ പങ്കെടുത്ത് ജീവനും സ്വത്തും പിടിയുകയും ചെയ്ത ധീരസഖാക്കൾക്ക് ഈ യോഗം 1000 രക്തപുഷ്പങ്ങൾ ഇതിലാണ് തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ കൊല്ലം ഗ്രൂപ്പ് സമ്മേളനവും അതോടൊപ്പം തന്നെ ഉന്നത വിദ്യാഭ്യാസം കരസ്ഥമാക്കിയിട്ടുള്ള ജീവനക്കാരുടെ മക്കളെ ആദരിക്കുന്നതും അതോടൊപ്പം തന്നെ ദീർഘകാലമായിട്ട് നമ്മൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ സുസ്ഥിരമായ സേവനത്തിന് ശേഷം കഴിഞ്ഞ മെയ് 31 വിരമിച്ച നമ്മുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള പെരുമ്പുഴ രാധാകൃഷ്ണൻ, അതോടൊപ്പം തേവള്ളി ജയശ്രീ, അതോടൊപ്പം കൊട്ടാരക്കര ഗ്രൂപ്പിലുള്ള ശ്രീ സുബ്രഹ്മണ്യം പോറ്റി, അതോടൊപ്പം തന്നെ കൊല്ലം ഗ്രൂപ്പിലെ നേതൃപരമായ പങ്ക് വഹിച്ചിട്ടുള്ള യൂണിയനെ എക്കാലവും തോളോട് തോൾ ചേർന്നുകൊണ്ട് പ്രവർത്തിച്ച കൂട്ടായ പ്രവർത്തനത്തിലൂടെ മികവുറ്റ പ്രവർത്തനം കാഴ്ചവെച്ച മനക്കെട്ടൂരിൽ മേൽശാന്തി എന്ന് വിരമിച്ച ശ്രീ ഓമനക്കുട്ടൻ നമ്പൂതിരി, അതോടൊപ്പം തന്നെ ശ്രീ ബിന്ദു, പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹപ്രവർത്തകർ, ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഏകദേശം 5000-ൽ പരം ജീവനക്കാർ ജോലി ചെയ്യുന്നൊരു സ്ഥാപനമായി ഇന്ന് നിലനിൽക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് സേവന വേതന വ്യവസ്ഥയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട്. KSR റൂൾ അനുസരിച്ച് ഒരു സംസ്ഥാന ജീവനക്കാരൻ മേടിക്കുന്ന അതേ ശമ്പളം ഒരു DA പ്രഖ്യാപിച്ചാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ജീവനക്കാരന് ഒരു DA കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിൽ നിൽക്കുന്നത്. ഈ ആനുകൂല്യവും സേവന വേതന വ്യവസ്ഥയിലെ പരിഷ്കാരങ്ങളൊന്നും ഒരു സുപ്രഭാതത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധികാര സ്ഥാനങ്ങളിലിരിക്കുന്ന ആരും നമുക്ക് വെച്ച് നീട്ടി തന്നിട്ടുള്ളതാണ്. ഒട്ടനവധി തീക്ഷ്ണമായിട്ടുള്ള പോരാട്ടം, ആ പോരാട്ടത്തിൽ ഒട്ടനവധി പേർ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ചരിത്രപരമായ സമരമായിരുന്നു ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉത്തരവ്, ശബരിമല സ്ത്രീ പ്രവേശനമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള സമരം. ആ സമരത്തിലൊക്കെ അധികാരികൾ കണ്ണുരുട്ടിയപ്പോഴും കോടാ പുല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ എംപ്ലോയീസ് യൂണിയൻ നേതൃത്വം നൽകി കൊല്ലമടക്കമുള്ള 19 ഗ്രൂപ്പിനും വിശ്വാസികളോടും വിശ്വാസ സമൂഹത്തോടൊപ്പം ചേർന്നുകൊണ്ട് ആ സമരത്തിൽ പങ്കെടുത്ത് ഐതിഹാസികമായ ചരിത്രം തങ്കലിപികളാൽ എഴുതി ചേർക്കപ്പെട്ട ഒരു യൂണിയനാണ് തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് യൂണിയൻ. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. എന്നിൽ അർപ്പിതമായിട്ടുള്ള കടമ ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുക എന്നതിന് യാതൊരു സംശയവുമില്ല. അതിൽ നമ്മളൊക്കെ പങ്കാളികളാണ്. അത് പിൻവലിച്ചില്ലെങ്കിൽ സംഘടിക്കുവാനും സമരം ചെയ്യുവാനും നമുക്ക് കഴിയില്ല. 7 തൊഴിലാളികളുണ്ടെങ്കിൽ ഒരു ട്രേഡ് യൂണിയൻ രജിസ്റ്റർ ചെയ്യാൻ കഴിയുമായിരുന്നു പണ്ട്. ഇപ്പോൾ 100 തൊഴിലാളി വേണം. 100 തൊഴിലാളി വേണമെന്ന് മാത്രമല്ല, ആ തൊഴിലാളി എൻ്റെ തൊഴിലാളിയാണെന്ന് മാനേജ്മെൻറ്റ് മുതലാളി ഒപ്പിട്ട് തരണം. എന്നാലേ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് അംഗീകരിക്കും. എന്നാലേ പുതിയ യൂണിയൻ രജിസ്റ്റർ ചെയ്യാനും ട്രേഡ് യൂണിയൻ ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കാനും. നിങ്ങൾ ട്രേഡ് യൂണിയൻ ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്നവരല്ല. എന്നാൽ പോലും നിങ്ങളെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദേവസ്വം ബോർഡിൻ്റെ ഒരു ഭരണാധികാരി ഇവിടെ ഏകാധിപത്യപരമായ പ്രഖ്യാപനത്തിൻ്റെ ഫലമായിട്ട്, ആ പ്രഖ്യാപനം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പോലീസ് അസോസിയേഷൻ പോലെ ഒറ്റ സംഘടന, ആ സംഘടന എന്ന നിലയിലുള്ള ഒരു തീരുമാനമെടുത്ത് അതാണ് പ്രാവർത്തികമായിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ ഈ ഹിതപരിശോധന നടത്തുന്ന സമയങ്ങളിൽ ആ ഹിതപരിശോധനയ്ക്ക് തീരുമാനിച്ചിട്ടുള്ളത് റെക്കഗ്നേഷനെ സംബന്ധിച്ചിടത്തോളം 20% തൊഴിലാളികൾ, ഒരു പണിശാലയിൽ പണിയെടുക്കുന്ന അല്ലെങ്കിൽ വ്യവസായത്തിൽ പണിയെടുക്കുന്ന 20% തൊഴിലാളികളെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അംഗീകാരമുള്ളൂ. എന്നാൽ അവസാനം RSPയുടെ മന്ത്രിമാരുൾപ്പെടെ കെ പങ്കജാക്ഷന്റെ ശക്തമായ എതിർപ്പ് മൂലം അത് 15%
ഇപ്പോൾ 15% ഈ യൂണിയന്റെ ഹിതപരിശോധനയിൽ 15% തൊഴിലാളി നമ്മളോടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ സംഘടനയ്ക്ക് അംഗീകാരം. ട്രേഡ് യൂണിയൻ ആക്ട് അനുസരിച്ചുള്ള പ്രവർത്തനമല്ല. ട്രേഡ് യൂണിയൻ ആക്ട് അനുസരിച്ചുള്ള പ്രവർത്തനം പണ്ട് കാലത്ത് ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്നു. ആരാ നടത്തിയിരുന്നതെന്ന് അറിയുമോ? ആദ്യകാലത്ത് ദേവസ്വം ബോർഡിലെ ജീവനക്കാരെ സംഘടിപ്പിക്കുവാനും ക്ഷേത്ര ജീവനക്കാരുടെ അവകാശങ്ങൾ കണക്ക് പറഞ്ഞു വാങ്ങാനും ശ്രമിച്ച ഒരു നേതാവുണ്ടായിരുന്നു, RSPയുടെ നേതാവ് KC വാമദേവ്. അദ്ദേഹം തുടക്കം കുറിച്ച ഒരു പ്രസ്ഥാനമാണ് നിങ്ങളുടെ പ്രസ്ഥാനം.